ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. നടപടി സ്വീകരിക്കാതെ വനം വകുപ്പും പഞ്ചായത്ത് അധികൃതരും. വട്ടേക്കാട് സ്വദേശി രാജ്ഭവനിൽ OK രാജേഷിന്റെ കൃഷിയിടത്തിലെ 100ഓളം കപ്പകളാണ് ഇന്നലെ രാത്രി മാത്രം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും 10-20 വീതം കപ്പകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി കർഷകർ ഉണ്ടാക്കുന്ന കപ്പ, ചേന, ചേമ്പ്, വാഴ എല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട്. തോക്ക് ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് ഇതിന് ചുമതല നൽകുക. എന്നാൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം കാട്ടുപന്നി ശല്യം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കാടുകളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലും ഉൾപ്പെടെയാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത്. രാത്രിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുകയാണ്. മണ്ണുപാടം മുതൽ കാഞ്ഞിരപ്പടി വരെയുള്ള റോഡിൽ കാട്ടുപന്നികൾ റോഡ് മുറിച്ച് കടക്കുന്നത് പതിവാണ്. നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് ഇതുമൂലം വണ്ടി മറിഞ്ഞ് പരിക്കേൽക്കുന്നുണ്ട്. 4 വർഷം മുൻപ് മുലേപ്പാടം സ്വദേശി കാട്ടുപന്നി റോഡിന് കുറുകെ ചാടുന്നതിനിടയിൽ ബൈക്കിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു. വേട്ടേക്കാട്, പണപ്പൊയിൽ, മൊടവണ്ണ, പൈങ്ങാക്കോട്, മണ്ണുപാടം, പൊയിലായി, അകമ്പാടം, പെരുമ്പത്തൂർ, ആലോടി, മൂലേപ്പാടം ഭാഗങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ വിളയാട്ടമാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകർ വിയർപ്പൊഴുക്കി വിളയിക്കുന്ന കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് തടയാനും നടപടികൾ സ്വീകരിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി കർഷകർ വനം വകുപ്പിന് പരാതി നൽകിയാൽ പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ലഭിച്ചാൽ തന്നെ നഷ്ടമാകുന്ന വിളയുടെ 10% പോലും ലഭിക്കുകയുമില്ല. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.